ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ തീയതി വന്നു. മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പരീക്ഷ ജൂലൈ 18 കഴിഞ്ഞതാണ്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ ചോരുന്നു. പിന്നീടാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിക്കും. അതായത് ഫോർമർ ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ഹൈ ലെവൽ കമ്മിറ്റിയിൽ ഒരു റീസ്ട്രക്ചറിങ് ഓഫ് NTA അങ്ങനെയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എക്സാമിനേഷൻ പ്രോസസ്, അതുപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റി, അതേപോലെ അതിന്റെ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഫോർമർ ISRO ചെയർമാനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ട്രാൻസ്പെറൻസി നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടും. അപ്പൊ ഇപ്പോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സബ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 27-ാം തീയതി മുതൽ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 7 വരെ നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ക്ലിക്ക് ടു ഹിയർ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ കൊടുക്കുക, നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിലവിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം NDAയിലേക്ക് അയക്കുക. നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് OMR ൽ നിന്നും CBTയിലേക്ക് മാറ്റേണ്ടതില്ല, തിരിച്ച് OMR ലേക്ക് കൊണ്ടുവരണം, അത്തരം കാര്യങ്ങളൊന്നും അയച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഏത് രീതിയിലൊക്കെയാണ് എന്നുള്ളത് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ അയക്കാൻ. CBT എന്ന് പറയുന്നത് നമുക്കറിയാം ഇനി അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മുടെ എല്ലാ പരീക്ഷകളും CBTയിലേക്ക് മാറുന്ന രീതിയിലാണ് പരിഷ്കരണങ്ങൾ വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ, പരീക്ഷയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ അയക്കാറുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പൊ 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ വിട്ടുപോയതാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് നിങ്ങളെ അറിയിക്കാൻ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അയക്കാനുള്ളവർക്ക് അയക്കാം. നിങ്ങളുടെ സജഷൻസ് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള നമ്മുടെ ഡിസംബർ സൈക്കിളിലേക്കായിട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ വളരെ അഫോർഡബിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നിങ്ങൾക്ക് പഠിച്ച് പോകാം. ഏകദേശം 6 മാസത്തിലധികം നമുക്ക് സമയം പഠിക്കാനുണ്ടാവും. ഈ പരീക്ഷ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ 1-2 മാസം നമുക്ക് ഡിസംബർ എക്സാം ലേറ്റ് ആവാനും സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി സമയമുണ്ട്. അപ്പൊ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് കോഴ്സിന്റെ ട്രയൽ ക്ലാസ്സുകൾ ചെക്ക് ചെയ്യുക. ട്രയൽ ക്ലാസ്സുകൾ ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്, ഫീസ് ഒക്കെ അഫോർഡബിൾ ആണ്, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പരീക്ഷക്കായിട്ടുള്ള ക്രാഷ് കോഴ്സും ഡിസംബർ എക്സാമിനേഷൻ ആയിട്ടുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക, പഠനം മുന്നോട്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.